അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും 2026 പുതുവർഷ ആശംസകൾ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവവചനം നാം ഇങ്ങനെ പഠിക്കുമ്പോൾ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിൽ അല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു എന്ന് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-3 വചനങ്ങളിൽ നമുക്ക് വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങളാകുന്നു. പത്രം എല്ലാവരും വായിക്കുന്ന പോലെ നിങ്ങൾ മറ്റുള്ളവർക്കും അറിയുവാനും വായിക്കുവാനും ഉതകുന്ന ക്രിസ്തുവിൻ പത്രമായി മാറണം. നിങ്ങളുടെ ജീവിതം കണ്ടാൽ ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടണം. 2026 നാം പുതിയ തീരുമാനങ്ങളോടും സമർപ്പണത്തോടും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു എങ്കിൽ നമ്മെ കാണുന്നവർക്ക് നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായി പ്രതിഫലിക്കുന്നവരായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരു ഭവനത്തിലെ മാതാപിതാക്കളുടെ വിശ്വാസമാണ് മക്കൾക്ക് ലഭിക്കുക. വലിയ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിൽ വളർന്ന യുവാവായ തീമത്യോസിനെ കുറിച്ച് പൗലോസിന് വലിയ പ്രതീക്ഷയായിരുന്നു. അമ്മയുടെ വിശ്വാസം മക്കൾക്ക് നിശ്ചയമായും ലഭിക്കും. അവരുടെ ജീവിത മാതൃകയാണ് പലപ്പോഴും മക്കൾക്ക് ലഭിക്കുന്ന ആത്മീയ ദൂത്. അതിനാൽ പൗലോസ് ഇങ്ങനെ എഴുതി, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യോനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 2 തീമോഥെയോസ് 1:5 വചനം. 4 വേദശാസ്ത്രജ്ഞന്മാർ ഒരിക്കൽ ബൈബിൾ വേർഷനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒരുവൻ പറഞ്ഞു, എനിക്ക് എപ്പോഴും കിങ് ജെയിംസ് വേർഷൻ ആണ് ഇഷ്ടം എന്ന്. കാരണം അതിൻ്റെ സുശക്തമായ ഭാഷ അതിനെ ഉത്കൃഷ്ടമാക്കുന്നു. അപ്പോൾ മറ്റൊരുവൻ പറഞ്ഞു, എനിക്ക് ന്യൂ ഇംഗ്ലീഷ് വേർഷൻ ആണ് താല്പര്യം. കാരണം അത് സൂക്ഷ്മമായ പാഠ തർജ്ജമയും ആധുനിക ഭാഷയും ഒത്തിണങ്ങിയതാണ്. മൂന്നാമൻ പറഞ്ഞു, ഗുഡ് ന്യൂസ് ബൈബിൾ ആണ് എനിക്ക് ഏറെ ഇഷ്ടം. അത് ആധുനിക ലളിത ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം കേട്ടു നിന്ന നാലാമൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയുടെ പരിഭാഷയാണ്. ഇത് കേട്ട മറ്റുള്ളവർ ചോദിച്ചു, എന്ത്, നിന്റെ അമ്മ വേദപുസ്തകം പരിഭാഷ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ ജീവിതത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മ വേദപുസ്തകം എപ്പോഴും നല്ലതുപോലെ വായിച്ച് അതിനനുസരിച്ച് ജീവിച്ച് ഒരു ക്രിസ്തുവിൻ പത്രമായി മാറി. ആ പത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല പരിഭാഷ. ബില്ലി ഗ്രഹാം എന്ന സുപ്രസിദ്ധ സുവിശേഷകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഓഫ്റ്റൻ യു ആർ ദ ഗോസ്പൽ പീപ്പിൾ റീഡ്. നിങ്ങൾ എന്ന സുവിശേഷമാണ് പലപ്പോഴും ആളുകൾ വായിക്കുന്നത്. വിശ്വാസം പ്രവൃത്തിയിൽ കൂടി വെളിപ്പെടണം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? യാക്കോബ് 2:14 വചനം. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു എന്ന് യാക്കോബ് 2:17 പറയുന്നു. ഒരു ദിവസം വൈകിട്ട് സോക്രട്ടീസിന്റെ ചില ശിഷ്യന്മാർ വന്ന് അദ്ദേഹത്തോടായി പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരായിരുന്ന ചിലർ ഇപ്പോൾ നിനക്കെതിരായി ദൂഷണം പറയുന്നു. നീ അവരെ തീർച്ചയായും ശിക്ഷിക്കണം എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ശിഷ്യന്മാർക്ക് വളരെ സന്തോഷമായി. തങ്ങളുടെ ഗുരു അവർക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നറിയുവാൻ അവർ ഗുരുവിനെ സമീപിച്ചു. ശാന്തനായ ഗുരു ഇങ്ങനെ മറുപടി പറഞ്ഞു, അവർ എന്നെപ്പറ്റി എന്ത് ദൂഷണം പറഞ്ഞാലും
ആരും വിശ്വസിക്കാതിരിപ്പാൻ തക്കവണ്ണം ഞാൻ മേലിൽ കുറെ കൂടി നന്നായി ജീവിക്കും. ഇതാണ് മഹത്തായ ജീവിതം എന്ന് അവരോട് പറഞ്ഞു. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്ക. തീത്തോസ് 2:7 യേശു എല്ലാവർക്കും പിന്തുടരാനായി ഒരു വലിയ മാതൃക വച്ചേച്ചു പോയി. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത്. 1 പത്രോസ് 2:21-23 ഒരു തുറന്ന പത്രമായി നാട്ടപ്പെട്ടിരിക്കുന്നു കാൽവരിയിലെ ക്രൂശ്. ആർക്കും അറിയാനും വായിച്ചു പഠിക്കാനുമായി യേശു ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ആ ക്രിസ്തുവിൻ പത്രമായി നമുക്കും ഈ 2026 മാറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വർഷത്തിന്റെ പുതുവത്സര ആശംസകളെ നേർന്നുകൊള്ളുന്നു. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com